ഞങ്ങളുടെ വീട് റോഡിന് താഴെയായിട്ടാണ്. അങ്ങനെ ആ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വീണു. അങ്ങനെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ അധികം ഞങ്ങൾക്ക് സ്ഥലമൊന്നുമില്ല. ഒരു സൈഡിലാണ് ഞങ്ങളുടെ മുറ്റം, ഫ്രണ്ടിലധികം മുറ്റമൊന്നുമില്ല. അന്നേരം അവർ എന്നോട് എൻജിനീയർ അളക്കാൻ വന്നപ്പം എന്നോട് പറഞ്ഞു, ചേച്ചി നിങ്ങളുടെ സിറ്റ് ഔട്ട് പോർച്ചിൻ്റെ 2 ടൈലിൻ്റെ അത് പോകേണ്ടി പോകും, അതുവഴിയാണ് കൽക്കെട്ട് വരുന്നത്, നിങ്ങളുടെ സിറ്റ് ഔട്ടൊക്കെ ഇടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് എൻ്റെ മാതാവേ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ വീട് പണിത് പോയി എന്ത് ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഞങ്ങളുടെ വണ്ടി കയറ്റുവാനോ ഇറക്കുവാനോ ഒന്നും പറ്റത്തില്ല. വല്ലവരുടെയും വീട്ടിലൊക്കെ വണ്ടി കൊണ്ടുവരേണ്ടി വരും. അങ്ങനായി. അപ്പം ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള സംരക്ഷണ ഭിത്തിയൊക്കെ കിട്ടിയപ്പോൾ എഞ്ചിനീയറെ കണ്ടു പറഞ്ഞു, സാറേ ഇവിടെ പണി ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊന്ന് പറയണേ, ഞങ്ങളുടെ വണ്ടി കയറ്റി ഇടാനുള്ളതാണ്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു ശനിയാഴ്ച വൈകിട്ട് വന്ന് പറഞ്ഞു തിങ്കളാഴ്ച തൊട്ട് ഇവിടെ പണി തുടങ്ങുവാന്ന്. ആ സമയം ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞങ്ങൾ ഉപ്പെടുത്തോണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ റോഡിൽ കയറി ഞങ്ങൾ തന്നെ ഒരു അതിരിട്ടു, മാതാവേ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് ഞങ്ങളുടെ കൽഭിത്തി വരല്ലേ, വന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ എല്ലാം ഉപ്പിട്ടു. ഞാൻ തിങ്കളാഴ്ച തൊട്ട് പണി തുടങ്ങി. ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടി അല്ലാതെ ഒരു വണ്ടി കൂടെ ആ സൈഡിൽ ഇടാനുള്ള സാഹചര്യം എൻ്റെ മാതാവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു.